റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡി കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിൽ ബാങ്കിന് ഒളിച്ചുകളിയെന്ന് ഇഡി. കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്ന് നിക്ഷേപകർക്ക് നഷ്ടമായ പണം നൽകാൻ തയ്യാറാണെന്ന് ഇഡി കോടതിയെ അറിയിച്ചു. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ബാങ്കിന് കൃത്യമായ മറുപടിയില്ല എന്ന് ഇഡി വ്യക്തമാക്കുന്നു. എന്നാൽ പണം തിരികെ ലഭിക്കാൻ നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് രേഖാമൂലം ഇഡിയിൽ നിന്ന് വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നത്. എസ് ശരണം, ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് എസ് ശരൺ. ഈ കണ്ടുകെട്ടിയ പണമൊക്കെ നഷ്ടപ്പെട്ട ആ പാവ മനുഷ്യർക്ക് കിട്ടണം. അപ്പോൾ ഈ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിൽ ഇഡി പറയുന്ന ഒളിച്ചുകളി എന്താണ്? ഇഡി കൃത്യമായി ഇതൊക്കെ അറിയിച്ചിരുന്നു? സുജയ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇക്കാര്യം കൃത്യമായി തന്നെ ഇഡി അറിയിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. നേരത്തെ ബാങ്കിനെ അറിയിച്ചിരുന്നതിന് പുറമെ തന്നെ കോടതിയിൽ അത് നിലനിൽക്കുകയാണ്, ഹർജി നിലനിൽക്കുകയാണ്. ഇതിൽ പ്രധാനമായും കാണേണ്ടത്, നേരത്തെ ഈ കരുവന്നൂർ ബാങ്കിലെ 7 നിക്ഷേപകരാണ് കലൂർ PMLA കോടതിയെ സമീപിച്ചിരുന്നത്. അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം ഈ പ്രതികളുടെ പേരിലുള്ള സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള പണം തിരികെ നൽകണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇഡി അറിയിച്ചിരുന്നത് PMLA നിയമപ്രകാരം അത്തരത്തിൽ കൈമാറുന്നതിൽ, തിരികെ നൽകുന്നതിൽ തടസ്സങ്ങളില്ല എന്നുള്ളതാണ്. എന്നാൽ അത് കൈമാറേണ്ടത് കരുവന്നൂർ ബാങ്കിനാണ്. അതായത് കരുവന്നൂർ ബാങ്കാണ് ഇവിടെ വിക്ടിം, അവർക്കാണ് ആ ബാധ്യത ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങളുടെ പക്കലുള്ള സ്വത്തുക്കൾ, തങ്ങൾ കണ്ടുകെട്ടിയ സ്വത്തുക്കളെല്ലാം തന്നെ കരുവന്നൂർ ബാങ്കിന് കൈമാറാൻ തയ്യാറാണ്. കരുവന്നൂർ ബാങ്കാണ് ഇത് പണമാക്കി നിക്ഷേപകർക്ക് കൈമാറേണ്ടതെന്നുള്ളതാണ്. അതിനോട് ഇഡി ഇത്തരത്തിലൊരു മറുപടി നൽകിയിട്ടും അതിനോട് കരുവന്നൂർ ബാങ്ക് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ് പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിട്ട് ഒരു കത്ത് കരുവന്നൂർ ബാങ്കിന് കൈമാറുന്നത്. തങ്ങളുടെ പക്കലുള്ള സ്വത്തുക്കൾ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കൈമാറുന്നു. അപ്പോഴും പ്രതികരണം ഉണ്ടായില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാർച്ചിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കലൂർ PMLA കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നത്. അവർ ഹർജി നൽകിക്കൊണ്ട് പറഞ്ഞത് ഈ തങ്ങളുടെ പക്കലുള്ള പ്രതികളുടെ പേരിലുള്ള സ്വത്തുക്കൾ ഈ ബാങ്കിന് കൈമാറാൻ അനുമതി നൽകണമെന്നുള്ളതായിരുന്നു. പലപ്പോഴായി കോടതി ഇത് സംബന്ധിച്ചുള്ള ചോദ്യം കരുവന്നൂർ ബാങ്കിനോട് ചോദിച്ചിരുന്നെങ്കിലും അക്കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി നൽകാൻ കരുവന്നൂർ ബാങ്ക് തയ്യാറായിരുന്നില്ല. അവർ ഇക്കാര്യത്തിൽ ഒളിച്ചുകളി തുടരുകയാണെന്നുള്ളതാണ് ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഇവിടെ പ്രധാനമായും കാണേണ്ടത് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട 83 പ്രതികളാണുള്ളത്. ഇവരുടെ പേരിലുള്ള 128 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരുന്നത്. ഇത്ര വലിയൊരു തുക ഒരു വശത്ത് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വിറ്റ് പണമാക്കി അത് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ നൽകാൻ കഴിയാത്തതെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെന്നുണ്ടെങ്കിൽ കരുവന്നൂർ ബാങ്കിന് സ്വാഭാവികമായിട്ടും നമുക്കതൊന്ന് ചോദിക്കാം.